ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് പല്ല് സംബന്ധമായ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡൗട്ട് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യും. ഭൂരിഭാഗം ആൾക്കാർക്കും ഏറ്റവും പേടി പറയുന്ന ഒരു കാര്യമുണ്ട്. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പേടി. ഇല്ല ഡോക്ടറെ, പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ പോകും, അല്ലെങ്കിൽ പല്ലിന് പുളിപ്പ് വരും, പല്ലിന്റെ തേയ്മാനം ഉണ്ടാകും, പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ വേദനയാണ്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്താണ് പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയർ, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിന്റെ കുറെയൊക്കെ സംശയങ്ങൾ മാറുമെന്ന് വിചാരിക്കും. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ പല്ലിൻ്റെ ഇടയിൽ ഈ വെളുത്ത നിറത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതിനെയാണ് കക്ക എന്ന് പറയുന്നത്. ഇതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൾട്രാസോണിക് സ്കെയിലറുകൾ. അതാണ് ഈ കാണുന്നതിൻ്റെ ടിപ്പാണ്. ഇതുകൊണ്ട് ഇത് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ഉണ്ടാക്കും. ഇതുകൊണ്ട് ആ കക്കയെ അവിടുന്ന് നമ്മൾ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടോളൂ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഈ അൾട്രാസോണിക് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പല്ലിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. പല്ലിന്റെ ഇനാമലോ പല്ലിന്റെ തേയ്മാനോ അങ്ങനെ ഒന്നും വരുന്നില്ല. നമ്മൾ ചെയ്യുന്നത് പല്ലില് പറ്റി പിടിച്ചിരിക്കുന്ന ഈ കക്കകളെ അവിടുന്ന് ഇളക്കി മാറ്റി റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കക്കകൾ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ കോളനീസ് ആണ്. ഇതവിടെ അടിഞ്ഞു കൂടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഇത് പതുക്കെ പതുക്കെ പല്ലിന്റെ ബലത്തിനെ ബാധിക്കും. ആ പല്ലിനെ അവിടുന്ന് ഇളക്കാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്ക് പല്ലിന് ഇളക്കമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ക്ലീൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇളക്കമായി. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളൊരു വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതെയൊക്കെ വരുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കക്കയെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ, കക്ക എന്ന് പറയുന്നത് പല പല്ലുകളും നിങ്ങൾ കണ്ട പോലെ പല്ലുകളുടെ ഇടയിൽ പല്ലിനെ കണക്ട് ചെയ്ത് പോകും. അപ്പം ഇതെല്ലാം കൂടെ ജോയിന്റ് ഒരു ഒറ്റ യൂണിറ്റ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് മാറ്റുമ്പോൾ ഓരോ പല്ലുകളെ സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആകുന്ന വെച്ചാൽ പല്ലുകളുടെ ഇടയ്ക്കുള്ള കക്ക റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഇളക്കം, ഓരോ പല്ലിനായിട്ട് ഇളക്കമായിട്ട് ഫീൽ ചെയ്യും. ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 6 മാസം കൂടുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി ക്ലീൻ ചെയ്യിക്കണം. അതുപോലെ തന്നെ പറയുന്നൊരു ഇതാണ്, ഡോക്ടറെ ഞാൻ പല്ല് ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പല്ലിന്റെ അടമുഴുവൻ ഗ്യാപ്പായി. അങ്ങനെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് നോർമലായിട്ട് ആ പല്ലിനുള്ളതാണ്. പല്ലുകൾക്ക് ഇടയിൽ എപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പുകളിലേക്കാണ് ഈ കക്ക മെയിൻ ആയിട്ട് വന്ന് അടിയുക. ഈ കക്ക ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നാക്കുകൊണ്ട് തൊടുമ്പോഴോ കൈകൊണ്ട് തൊടുമ്പോഴോ ഗ്യാപ്പ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നതും ക്ലീനിങ് കഴിയുമ്പോൾ ഗ്യാപ്പായിട്ട് വരുന്നത്. അത് ആക്ച്വലി നോർമലി ഉള്ളൊരു ഗ്യാപ്പാണ്. അതാണ് ശരിക്കുമുള്ള നിങ്ങളുടെ പല്ലുകൾ. അതിന്റെ ഇടയ്ക്ക് ഈ കക്ക അടിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ശീലിച്ചത് കൊണ്ടൊരു ഫീലിംഗ് വരുന്നതാണ്. കീപ് സ്മൈലിംഗ്. അടുത്ത വീഡിയോ കാണാം.